പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാപഠന ഗവേഷണ അവതരണ സംഘം മണിമുഴക്കം 2025 സംഘടിപ്പിച്ചു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പാട്ടുകൂട്ടം ഏർപ്പെടുത്തിയ 9ാമത് മണിമുഴക്കം കലാഭവൻ മണി പുരസ്കാരങ്ങളും മണിമുഴക്കം 2025 വേദിയിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി വിതരണം ചെയ്തു. രമേശ് കോട്ടൂളി, മണികണ്ഠൻ തവനൂർ, നൈന ഫെബിൻ, മുഹമ്മദ് ഷാഫി വാഴയൂർ, കലാമണ്ഡലം ശ്രീരേഖാജി നായർ, രവി വാണിയമ്പാറ, മുനീർ പി കുഞ്ഞോയി, ഷൈനി പ്രകാശ് ആവള എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മണിമുഴക്കം കലാപഠന പുരസ്കാരം നൽകി ആദരിക്കുന്നു. ശ്രീ വാണിയമ്പാറയെ 9ാമത് മണിമുഴക്കം കലാപഠന മണി പുരസ്കാരം നൽകി തുടരുന്ന മുനീർ കുഞ്ഞോയി അവർക്ക് 9ാമത് കലാപഠന മണി പുരസ്കാരം. ഇതിന്റെ കലാകാരന് ഇത്തരം ഒരു ലഹരി ആവശ്യമില്ല. കലാകാരന്റെ ഉള്ളിൽ ലഹരിയുണ്ട്. ആ ലഹരി പുറത്തേക്കെടുത്താൽ മതി. അത് പുറത്തേക്കെടുക്കാതെ പുറത്തുനിന്ന് ലഹരി ചേർത്തിട്ട് ഒരു കാര്യമില്ല. പാടാനും ആടാനും ഒക്കെ ഏതിനും പുറമേ നിന്നുള്ള ലഹരി ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ഇഷ്ടംപോലെയുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബാബു പറശ്ശേരി കലാഭവൻ മണി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര അധ്യക്ഷത വഹിച്ചു. വിൽസൺ സാമുവൽ, കാനേഷ് പൂനൂർ, ജഗത് മയൻ ചന്ദ്രപുരി, ഡോക്ടർ യു ഹേമന്ത് കുമാർ, അഷറഫ് കുരുവട്ടൂർ, നിജേഷ് അരവിന്ദ്, റഹീന കൊളത്തറ, കലാമണ്ഡലം സത്യവ്രതൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രഗത്ഭ നാടൻ പാട്ട് കലാകാരന്മാർ അണിനിരന്ന വാമൊഴി താളം എന്ന നാടൻ പാട്ടുത്സവം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ രത്നങ്ങൾക്ക്